എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇത്തിരി വയ്യാതൊക്കെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് വീഡിയോ ഇടാതിരുന്നത്. ഇതെന്ന് പറയുന്നത് ഞായറാഴ്ചത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ എനിക്ക് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷീണമൊക്കെ പനിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ക്ഷീണം മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാളുമാണ് ദോശയൊക്കെ ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ സൺഡേ ആയിട്ട് സ്പെഷ്യലായിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മാളു കുറേ നാളായില്ലേ ബീഫ് വാങ്ങിച്ചിട്ട്. അപ്പോൾ ബീഫ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഭരതേട്ടൻ നേരത്തെ തന്നെ ബീഫ് വാങ്ങിക്കാൻ പോയി. കാരണം ഭരതേട്ടൻ വേറെ സൈറ്റിലേക്ക് പോകാനുണ്ട്, വേറെ കാര്യങ്ങൾക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു നിന്നാൽ പിന്നെ നമ്മൾ അത് ചെയ്തോളൂല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൽച്ചട്ടി വാങ്ങിച്ചിട്ട് കൽച്ചട്ടിയിൽ എനിക്ക് ബീഫ് കുക്ക് ചെയ്യണം. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് എനിക്ക് കൽച്ചട്ടിയിലൊരു ബീഫ് കറി വെക്കണം എന്നുള്ളത്. നല്ല ടേസ്റ്റാണ് കൽച്ചട്ടിയിൽ ബീഫ് വെച്ചാൽ. അപ്പം അതിനെന്ന് വെച്ചാൽ സമയം പിടിക്കും. മറ്റേ നമ്മളിങ്ങനെ കുക്കറിൽ പെട്ടെന്ന് അങ്ങ് വിസിലടിച്ച് നമ്മൾ വേവിച്ച് ആക്കണ പോലെയല്ല. സമയമെടുക്കും, ക്ഷമ വേണം. പക്ഷേ എന്നാലും അതിൻ്റെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ കുറച്ചൊക്കെ സമയമെടുത്താലും കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ തലേദിവസത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പൊക്കെ മാറി അത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയ്ക്ക് സാമ്പാർ മതി. പിന്നെ ഭരതൻ്റെ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാൻ പടവലങ്ങയും പരിപ്പും കൂടിയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായി. അത് കഴിഞ്ഞ് നമ്മുടെ ബീഫ് കറിയും റെഡിയാക്കുന്നത് കാണാം കേട്ടോ. അപ്പം നമുക്ക് കൽച്ചട്ടിയിൽ വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അടുപ്പിൽ ആണല്ലോ വയ്ക്കണ്ടേ. അതുകൊണ്ട് തന്നെ അല്ലെങ്കിലും മീറ്റ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അടുപ്പിൽ തന്നെയാണ് കുക്ക് ചെയ്യുക കൂടുതലും. നല്ല തിരക്കൊക്കെ ഉള്ള സമയമാണ്, അധികം നേരമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കറിലൊക്കെ അടിച്ച് ഗ്യാസിലൊക്കെ കുക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ കുറവ് അതിനുണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ പടവലങ്ങയും പരിപ്പും കൂടിയിട്ടുള്ള തോരൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. കുറേ അധികം നാളികേരം ഇടുന്നില്ല. അതിലേക്ക് ഉള്ളിയൊക്കെ നന്നാക്കാൻ നിന്നാൽ ടൈം എടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഒരു സവാള എടുത്ത് കട്ട് ചെയ്തൊക്കെയാണ്. നമ്മൾ ഉള്ളിയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഒരു പകുതി സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത് വാടി വരാൻ വേണ്ടി നമുക്ക് അതിലേക്കുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു വിധം ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് ചതച്ച് വെച്ചിട്ടുള്ള പൊടിയുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അത് മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള എരിവുണ്ടാവില്ല. അപ്പോൾ ഒരു വലിയൊരു ടീസ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പടവലങ്ങ അവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് ഓഫാക്കിയിട്ടേക്കാണ് പരിപ്പും കേട്ടോ. അപ്പോൾ നമ്മുടെ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം ഈ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം പരിപ്പ് ഫുള്ളായിട്ട് വെന്തിട്ടില്ല. അപ്പോൾ ഇതിൽ കിടന്നിട്ട് വേണം നമുക്ക് ഒന്ന് വേവാനായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാനതങ്ങനെ ഇളക്കി തീ സിമ്മിലിട്ട് അതങ്ങ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം പടവലങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പടവലങ്ങ നമ്മൾ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ വെള്ളം വാർത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം പടവലങ്ങയുടെ തോരനൊക്കെ എപ്പോഴും ഇങ്ങനെ വെള്ളം പിഴിഞ്ഞ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിലത്തെ വെള്ളം വാറ്റി എടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ചട്ടിയിലിട്ട് നന്നാക്കി വലിയിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും എന്താ ഭരതേട്ടൻ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് മുതുവറ ബീഫ് കിട്ടും. അത് നന്നായി കട്ട് ചെയ്തിട്ട് കിട്ടും. പിന്നെ കുറേ അധികം ഇങ്ങനെ നെയ്യിൻ്റെ കട്ടകളോ വേസ്റ്റോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് നെയ്യിൻ്റെ നമ്മളിങ്ങനെ എടുത്ത് മാറ്റണത് തന്നെയുള്ളൂ. വേറെ അങ്ങനെ വേസ്റ്റ് പോകാനായിട്ട് ഒന്നുമില്ല. നല്ല ഭംഗിയിൽ കട്ട് ചെയ്തിട്ടൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനേക്കാളും കുറച്ചും കൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. ഈ ഒരു വലിപ്പം കറക്റ്റ് ഉള്ളവരുണ്ടാവും. അതായത് ആ ഒരു വലിപ്പം ഓക്കെ ആണെന്നുള്ളവർ. നമ്മളെന്ന് വെച്ചാൽ ഈ ഒരു സൈസിനൊക്കെയാണ് കട്ട് ചെയ്യുക. പിന്നെ അതിലേക്ക് അങ്ങനെയൊക്കെ ഇത്തിരി ചെറുതാക്കി കട്ട് ചെയ്യുമ്പോഴാണ് ഇത് വേവുമ്പോൾ ഒന്നുകൂടിയും ചുരുങ്ങൂട്ടാ. അപ്പം എന്താ പറയുക, അത്ര ചെറുതാക്കി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പുമുളകൊക്കെ പിടിച്ച് നന്നായി കുക്കാവും. അപ്പോൾ നമ്മളെപ്പോഴും ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യാറ്. 2-3 വട്ടമൊക്കെ 2-3 വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി വിനാഗിരി ഉപ്പൊക്കെ ഇട്ട വെള്ളത്തിൽ കഴുകി കയ്യോടെ തന്നെ അത് വെള്ളത്തിലൊക്കെ ഇട്ട പാത്രം അതിനൊരു നെയ്യിൻ്റെ ഒരു കോട്ടിങ്ങൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അവിടെ മാറ്റി വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഭരതേട്ടൻ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്യാദി സംഭവങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൽച്ചട്ടിയിലാണ് വെക്കണേ, അപ്പോൾ ഇത്തിരി സമയം പിടിക്കും. ഈ വക സംഭവങ്ങളൊക്കെ ശരിയാക്കി തരികയാണെങ്കിൽ പെട്ടെന്ന് അത് അടുപ്പത്ത് കയറ്റാന്ന്. നമുക്ക് വേഗം അത് അടുപ്പത്തേക്ക് വെച്ചാൽ പിന്നെ അവിടെ ഇരുന്ന് അങ്ങ് വെന്തോളൂല്ലോ. അപ്പോൾ ഇമാതിരി സാമഗ്രികളൊക്കെ വഴറ്റിയെടുക്കും വേണം. അത് കഴിഞ്ഞ് ഇതൊക്കെ വെന്ത് വരാനായിട്ടും സമയം എടുക്കുമല്ലോ.
അപ്പം ഞാൻ നേരത്തെ ചോറ് വാർത്തിട്ട് അധികം സമയമായിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഒരു 10 മണി 10:15 അപ്പോൾ തീ അധികം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ചകിരി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചൂടുവെള്ളത്തിൻ്റെ കലം കയറ്റി വെച്ചു. അപ്പം നന്നായിട്ട് ആ ചകിരി കത്തി കത്തി നല്ല കനലായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ തീ പെട്ടെന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേറെ അധികം മസാലകളൊന്നും ചേർക്കണില്ല. കുറച്ച് കൂടുതൽ പെരിഞ്ചീരകം, കുറച്ച് കൂടുതൽ കുരുമുളക്, അതായത് ഒരു വലിയ ടീസ്പൂണ്, നമ്മൾ ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയില്ലേ, അത്രയും അളവ് ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. പക്ഷേ പൊടിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരിക്കും കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കുക. പെരിഞ്ചീരകമായാലും അതിൻ്റെ ആ ഒരു മണം എൻഹാൻസ് ചെയ്യണ വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി കഴിഞ്ഞാൽ പിരിപിരി തന്നെ ആവണം. ആ ഒരു പരുവത്തിൽ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക. നല്ല സ്മെല്ലും വന്നു തുടങ്ങും, കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി ജസ്റ്റ് വച്ച വഴിക്ക് തന്നെ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ അധികം വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫിൽ അത്യാവശ്യം നെയ്യ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ എണ്ണയുടെ അംശം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് കുറേ അധികം എണ്ണ കൂടുതലാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്തിരി വലിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആക്കാനായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ വറുത്തെടുത്തേക്കണ കുരുമുളകും പെരിഞ്ചീരകം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ തന്നെ നമ്മൾ ഉള്ളി നന്നാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ഈ കൽച്ചട്ടി എന്ന് പറയുന്നത് ഈ അടുപ്പിൻ്റെ വട്ടത്തിനോട് ഒരു കുറച്ച് കുറവാണ്. അപ്പോൾ അതൊരു ചെറിയൊരു ഗ്യാപ്പ് അതിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ പുകയൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തുണി നനച്ചിട്ട് ഞാൻ അതിനിങ്ങനെ ചുറ്റി കൊടുക്കണം. അപ്പോൾ ഒട്ടും പുക പുറത്തേക്കൊന്നും പോകാണ്ട് നല്ല ഉള്ള ചൂട് മുഴുവനും ചട്ടിക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതൊരു 10-25 വലിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി തന്നെ, അതിൽ തന്നെ വലിപ്പമുള്ള ടൈപ്പ്. അത് കഴിഞ്ഞ് ഒരു ചെറിയ സവോളയും കൂടി സ്ലൈസ് ചെയ്ത് ഇടുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി ഇത് രണ്ടും കൂടി അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ കുരുമുളക് വറുത്ത് വെച്ചിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ടും പൊടിച്ച് അത് വേറെ മാറ്റി വെച്ചു. അതുപോലെ തന്നെ പെരിഞ്ചീരകം പൊടിച്ചതും വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പെരിഞ്ചീരകവും വെളുത്തുള്ളി ഇതൊക്കെ അരയ്ക്കണ സമയത്ത് ഞാൻ എപ്പോഴും മിക്സിയിൽ അത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലും ചെറിയൊരു കവർ വയ്ക്കും. എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ ഉണ്ടല്ലോ, പരിപ്പ് പഞ്ചസാരയൊക്കെ കിട്ടുന്ന പോലത്തെ കവർ ഉണ്ടല്ലോ, ആ കവർ ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അടച്ചിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൊടികളൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ മിക്സിയുടെ ഇത് ഇട്ടതിന് ശേഷം മിക്സിയുടെ മുകളിൽ അടപ്പ് വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ വെച്ച് അടയ്ക്കുക. കാരണം ഈ ചെറിയ ജീരകത്തിൻ്റെ തരിയും പൊടിയും അതിൻ്റെ സ്മെല്ലൊക്കെ ഈ അടപ്പിലേക്കും അതിന് നിറയെ മടക്കും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വാഷും. അപ്പോൾ ആ ഗ്യാപ്പിലേക്കൊക്കെ ഇത് കയറി കഴിഞ്ഞാൽ ഭയങ്കര കുത്തണ സ്മെല്ലായിരിക്കും. കണ്ടില്ലേ, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കുമ്പോഴും നമ്മൾ അങ്ങനെ ഒരു കവർ വെച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുക. അപ്പോൾ പ്രത്യേകിച്ച് അതുമേലേക്ക് ഒന്നും ആവുമൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് പൊടിയൊക്കെ അങ്ങനെ തെറിക്കുന്നല്ലാതെ അത് ഫുഡായിട്ട് അങ്ങനെ മിക്സ് ആവുമൊന്നുമില്ല, വേറെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എന്താ അതിൻ്റെ വാഷിലേക്കോ അടപ്പിൻ്റെ ഉള്ളിലേക്കോ ഒക്കെ ഈ ഇത്ര കുത്തണ സ്മെല്ലാണല്ലോ, അതുപോലെ തന്നെ പെരിഞ്ചീരകത്തിനും ഒക്കെ. അപ്പോൾ അതൊന്നും അടപ്പിലേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് വെച്ചിട്ട് അടച്ചതിന് ശേഷം നമ്മൾ അരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മളിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. പൊടികളെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ആദ്യം മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ വലിയൊരു ടീസ്പൂണ് മുളക് പൊടി, വലിയൊരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. മുളക് പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഇനി കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടിയിട്ട് കൂടുതലാവാതിരിക്കാൻ വേണ്ടി ഞാൻ മുളക് ഇത്രയും ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചിട്ടുള്ള ആ മിക്സിയിലേക്ക്, അപ്പോൾ നേരത്തെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലേക്ക് നമ്മളൊരു ചൂടുവെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കേണ്ട താമസമുള്ളൂ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ പീസസ് എല്ലാതും നമ്മൾ ഈ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ കുറേ അധികം വെള്ളമായിട്ട് തോന്നും. പക്ഷേ നമ്മൾ ഈ കറിയുടെ ഇടയ്ക്ക് വേറെ ഒരു സ്റ്റേജിലും ഇനി വെള്ളം ചേർക്കുന്നില്ല. അതായത് നമ്മൾ ആദ്യം തന്നെ ചേർക്കണ ഈ ചുടുവെള്ളം ഈ ഗ്രേവിയിൽ കിടന്ന് തിളച്ചിട്ടുള്ള ആ വെള്ളം മാത്രമാണ് ഇനി അതിൽ കിടന്നിട്ട് വെന്ത് നമ്മുടെ കറി പാകത്തിന് കുറുകി വരും. അപ്പോൾ ഇത്ര വെള്ളം ഒഴിച്ചാൽ ഒട്ടും കൂടുതലില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ആവിയൊക്കെ തിളച്ച് വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ചട്ടി പാത്രമൊന്നുമല്ലല്ലോ, കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് ആയ സമയത്ത് തന്നെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഇടാൻ മറന്നുപോയൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു വലിയൊരു പിടി തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ വഴറ്റണതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കായിരുന്നു. പിന്നെ കുഴപ്പമില്ല, തേങ്ങാക്കൊത്തിന് പ്രത്യേകിച്ച് അങ്ങനെ പച്ചമണം പോകാനോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് വഴറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് അതും കൂടി എല്ലാം ടോപ്പിലെല്ലായിടത്തേക്കും ഒരുപോലെ എത്ര വിധത്തിൽ അങ്ങ് വെതറി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ആ ഇലയൊക്കെ അങ്ങ് ചുരുണ്ട് കുഴൽ പോലെയായി. അപ്പോൾ ഞാനതെടുത്ത് മാറ്റി അത് കഴിഞ്ഞ് ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു കൊടുത്തു. അപ്പോൾ ഇതിന് തീയൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറിയ വല്ല വിറകിൻ്റെ പീസോ അതുപോലെ ഒരു ചകിരിയുടെ പീസോ വെച്ച് കൊടുത്താൽ മതി. ഒന്ന് ചൂട് കയറി കിട്ടിയ കണ്ടിന്യൂസ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമയം കൂടുതൽ വേണമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. നമുക്കിതിന് കുറേ നേരം തീ കത്തിക്ക് കുറേ നേരം അടുത്ത് പോയി നിൽക്കുക അങ്ങനെ ഒന്നും വേണ്ട. 15 മിനിറ്റ് കൂടുമ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടി പിടിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വേറെ കായും കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കണില്ല. പിന്നെ നമ്മളെപ്പോഴും കായ ചേർക്കുന്നുണ്ട്. ഞാനൊരു ഇതിപ്പോൾ 1 കിലോ ആണല്ലോ, അപ്പോൾ ഞാൻ ഒരു 1.5 നേന്ത്രക്കായ പച്ചക്കായ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. തൊലി കളഞ്ഞതിന് ശേഷം നടു കട്ട് ചെയ്തിട്ട് നമ്മൾ ശർക്കരപ്പേരിക്ക് കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തിട്ട് വേറെ അടുപ്പിലാണ് വേവിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാൻ എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം നമുക്ക് ഈ ബീഫിന് കുറച്ച് വേവ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി വേവിക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇത് തന്നെ പിന്നെയും വേവിക്കാം. നേരെ മറിച്ച് ആ കായ കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ അത് അടി പിടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ അത് ഉടഞ്ഞ് തീരെ ഇല്ലാതാവും. അപ്പം നമുക്ക് ബീഫൊക്കെ ഒരുവിധം ഓക്കെ ആയിട്ട് വെന്തു എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് പാകത്തിന് സെപ്പറേറ്റ് വേവിച്ചിട്ടുള്ള കായ ഇട്ട് കൊടുത്ത് അതൊട്ടും ഉടയുമില്ല. എന്നാൽ ആവശ്യത്തിന് അതിൻ്റെ ചാറൊക്കെ പിടിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും ചെയ്യും. പിന്നെ അടി പിടിക്കില്ല. അങ്ങനത്തെ റിസ്ക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് വേവിക്കണേ. പലരും കമൻറ്റിൽ അത് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം കണ്ടോ, നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. എന്നാൽ വെച്ചാൽ ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഉണ്ടേനും 1/4 ഭാഗത്തോളം ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലിപ്പോൾ ഞാൻ തീ ഒന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഫുള്ള് അതിൻ്റെയൊക്കെ കനൽ മാത്രമാണ് ഉള്ളത്. പക്ഷെ കനൽ മാത്രം മതി ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കുറേ അധികം എണ്ണ പിന്നീട് ഉപയോഗിക്കണില്ല. കാരണം ഇതിൽ തന്നെ ചെറിയ നെയ്യിൻ്റെയും കാര്യങ്ങളും അംശമൊക്കെ ഉണ്ടാവും. തിളച്ച് നന്നായിട്ട് ഇത് വരുമ്പോൾ ഈ എണ്ണയൊക്കെ പുറത്ത് വരും. ഞാൻ പറഞ്ഞല്ലോ 1.5 കായ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ അവസാന സമയത്താണ് ഞാൻ ചേർത്ത് കൊടുക്കൽ. കാരണം അപ്പോൾ നമുക്ക് അടി പിടിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ബീഫ് എത്രയാണോ വേവേണ്ടത് ആ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ചേർത്താൽ മതി. അപ്പോൾ ഒട്ടും കായ അങ്ങനെ കുറേ ഉടഞ്ഞു പോവേ അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ടെൻഡൻസി അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നമുക്കിനി ഈ തീയിൽ കിടന്നിട്ട് തന്നെ കായ ഇനി വേവാനൊന്നുമില്ല, ജസ്റ്റ് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആവാനുള്ളൂ. അപ്പോൾ നമുക്ക് പെരിഞ്ജീരകം പൊടിച്ചു വെച്ചത് അത് ഫുൾ എടുക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകം പൊടിച്ചു വെച്ചത് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. വേറെ യാതൊരു മസാലകളും ഞാൻ ചേർക്കുന്നില്ല. കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂപ്പിച്ചപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഈ പെരിഞ്ജീരകം വറുത്തിട്ടുള്ള ആ പൊടിയും കൂടി ഇടുമ്പോൾ പറയേ വേണ്ട, സൂപ്പറാണ്. നമ്മൾ കുരുമുളക് ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ കുരുമുളക് അവസാന സമയത്ത് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ അങ്ങ് നന്നായിട്ട് മുന്നിട്ട് നിൽക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും കൂടുതൽ അറിയാൻ നമ്മൾ ലാസ്റ്റ് സമയത്ത് ചേർക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള കുരുമുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളക് പൊടി അതിനനുസരിച്ച് കുറച്ചിട്ടിടണം. 2 തണ്ട് കറിവേപ്പിലയും ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ഞെരടിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. സാധാരണ നമ്മൾ നോൺ വെജൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം. പക്ഷേ ഇതിലിനി ഒട്ടും എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുരുമുളക് ഇട്ട് കഴിഞ്ഞിട്ട് ഈ എണ്ണയിലും എല്ലാത്തും കൂടി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക കളറാണ്, നല്ല കളറ്. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ആ കുരുമുളകിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ കുറേ അധികം തീയില്ലാത്തതുകൊണ്ട് തന്നെ അടിപ്പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ.
അതുപോലെ തന്നെ ചാറ് നമ്മൾ ആദ്യം വെച്ചപ്പോൾ ഈ ഒരു കൽച്ചട്ടി ഫുള്ള് ചാറ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇത്രയും ബീഫ് വേവാനായിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് സമയം എന്ന് പറയുമ്പോൾ ഒരു 1.5 മണിക്കൂറോളം ഇതിങ്ങനെ അടുപ്പിൽ കിടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു 15 മിനിറ്റ് ഞാൻ പറഞ്ഞില്ലേ കുറേ അധികം തീ കത്തിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ആ ഒരു ചെറിയ ചൂട് സ്ലോ കുക്കിംഗ് എന്ന് പറയില്ലേ, അതുപോലെ ഇങ്ങനെ സ്ലോ ആയിട്ട് കിടന്ന് കുക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ എല്ലാം കഴിഞ്ഞ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാറായി. അപ്പോൾ അവസാനം മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി കുറച്ച് കുരുമുളക് പൊടി കൂടിയിട്ട് ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് എരിവൊക്കെ നോക്കിയപ്പോൾ പാകത്തിന് എരിവുണ്ട്, അപ്പോൾ കുറച്ചൊന്ന് മുന്തി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ബാക്കിയുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഗ്രേവിയിലേക്ക് പിടിക്കണം, കായലിലേക്ക് പിടിക്കണം, അങ്ങനെ എല്ലാത്തിലേക്കും കൂടി ആയി വരുമ്പോൾ കറക്റ്റായിരിക്കും. അതുപോലെ തന്നെ ഉപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ നോക്കണം. ഞാൻ മുന്നേ പറയാം വിട്ടുപോയൊരു കാര്യമാണ്, നമുക്ക് ബീഫ് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരാൻ വേണ്ടി 2 ടീസ്പൂണും വിനാഗിരി ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ചാറ് നന്നായി തിളച്ച് വന്നില്ലേ, ആ തിളച്ചതിലേക്ക് 2 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ ഇതിലൊന്നും തീയെന്ന് പറയാനേ ഇല്ല, പക്ഷേ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിടന്ന് തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നുകൂടി ചാറ് കുറുകിയിട്ട് ഒന്ന് മീഡിയം ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ചാറ് ആയിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ചുടുവെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി. പിന്നെ ഈ ചട്ടിയിലായിരുന്നുകൊണ്ട് തന്നെ ഇരുന്ന് ഇങ്ങനെ തിളച്ച് കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കുറച്ച് മുന്നത്തെ സ്റ്റേജിൽ ചേർക്കാം. ഇപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് മുളക് കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് നമുക്ക് ഈ സമയത്ത് ചെക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ഇട്ട് കൊടുക്കാം, പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് കരിവേപ്പില മാത്രമാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ രുചിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതിങ്ങനെ വെച്ചിട്ട് വൈകുന്നേരം കഴിക്കാനായിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇതിലൊന്ന് വെച്ച് നോക്കണം എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അത് ഇത്തിരി ഒരു മീഡിയം ചാറായിട്ടുള്ള ഒരു കറിയാണല്ലോ, ചാറെന്ന് പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മോര് കാച്ചിയത് ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ. പിന്നെ ഈ ബീഫിലേക്കും ഇതിലേക്കൊക്കെ നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നതാണ് മോര് കാച്ചിയത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എണ്ണയും കൂടി പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം തീ കത്തിക്കാം. തീ കത്തിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുകിട്ടു ഉലുവയിട്ടു. അതുപോലെ തന്നെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു ചെറിയ പീസ് സവോള, അതുപോലെ തന്നെ പച്ചമുളക്, ഉണക്കമുളക് പൊട്ടിച്ചത്, കറിവേപ്പില, ഇത്രയും കൂടി മൂപ്പിക്കാനിടാം. അത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് മാറിക്കിട്ടും. നന്നായിട്ട് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം മൂത്ത് വരും. അതുപോലെ തന്നെ നമ്മൾ തൈര് ഇവിടെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കറക്കി കൊടുത്തിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പുളിയൊക്കെ പാകത്തിനുള്ള പുളിയാണ്. നമ്മൾ ഉപ്പ് ഇത് വഴറ്റണ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചട്ടി അടപ്പത്ത് വെച്ചിരിക്കണത് ഏറ്റവും കുറഞ്ഞ തീയിലാണ് കേട്ടോ. നമ്മളങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഒന്നുമല്ല വെച്ചിരിക്കണത്, ഏറ്റവും കുറഞ്ഞ തീയിലാണ്. ആ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവാൻ കുറച്ച് സമയം എടുത്തോന്നല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ സ്പീഡപ്പായിട്ട് തന്നെ നടന്നിരിക്കണം കേട്ടോ. കുറച്ച് ഉലുവ പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ മോര് കാച്ചിയത്, മോര് കറി അങ്ങനത്തേലൊക്കെ ഉലുവ പൊടിച്ചതിട്ടോ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം നമുക്ക് മോര് ഒഴിച്ച് കൊടുക്കാം. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മോരെടുക്കാം. ഇനി നമ്മൾ കുറേ അധികം തിളപ്പിക്കാൻ കാര്യങ്ങളൊന്നും വേണ്ട, ഇപ്പോൾ തന്നെ ചൂടായി നമ്മൾ തീ ഓഫ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞായറാഴ്ചത്തെ നമ്മുടെ മെനു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. ബൈ.